CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോട്ടപ്പാടം ഭീമനാട് വെള്ളിയിലക്കുന്ന് ക്ഷേത്രത്തിനു സമീപത്തെ ഒഴിഞ്ഞ പറമ്പിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് പോലീസ്. കേസിൽ കൊല്ലപ്പെട്ട ഭീമനാട് സ്വദേശി പടിഞ്ഞാറേക്കര ശിവശങ്കരന്റെ സുഹൃത്തുക്കളായ 2 പേരെ നാട്ടുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒറ്റപ്പാലത്ത് ഇടതുപക്ഷത്തിന്റെ വിജയാഹ്ലാദം. PK ശശിയുടെ വീടിന് മുൻപിൽ സുരക്ഷയൊരുക്കി പോലീസ്. PK ശശിക്കെതിരെ ആവേശ പ്രസംഗവുമായി കുലുക്കിലിയാട്ടെ CPM നേതാവ്. നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ MLA സ്ഥാനം രാജിവെക്കണമെന്ന് RMP നേതാവ് KK രമ. ചരിത്രപരമായ വോട്ട് ചോർച്ചയാണ് ഇടതുപക്ഷത്തിനുണ്ടായതെന്നും മുഖ്യമന്ത്രിക്ക് ഇനി പ്രതിപക്ഷ നേതാവാവുക എന്നതല്ലാതെ മറ്റു വഴികളില്ലെന്നും അവർ പറഞ്ഞു. UDFന്റെ ഉജ്ജ്വല വിജയം കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കഴിഞ്ഞ 10 വർഷം ജനങ്ങളെ പീഡിപ്പിച്ച ഭരണത്തിന് പലിശ സഹിതമാണ് വോട്ടർമാർ മറുപടി നൽകിയിരിക്കുന്നതെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ പാണക്കാട് പറഞ്ഞു. ഒറ്റപ്പാലം മണ്ഡലം നിയുക്ത MLA K പ്രേംകുമാർ മണ്ഡലത്തിലെ വോട്ടർമാരോട് നന്ദി പറഞ്ഞുകൊണ്ടുള്ള മണ്ഡലം തല പര്യടന പരിപാടി സംഘടിപ്പിച്ചു. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം പര്യടന പരിപാടി ചത്തല്ലൂരിൽ സമാപിച്ചു. പേരൂർ, പൂക്കാട്ടുകുന്ന്, ലക്കിടിപുത്തൂർ, പാലപ്പുറം NSS കോളേജ്, ഈസ്റ്റ് ഒറ്റപ്പാലം, തോട്ടക്കര, വരോട് സെന്റർ, മുരുക്കുംപറ്റ, അമ്പലപ്പാറ സെന്റർ, വേങ്ങശ്ശേരി, പൂക്കോട്ടുകാവ്, ശ്രീകൃഷ്ണപുരം സൊസൈറ്റി പടി, മണ്ണമ്പറ്റ ജംഗ്ഷൻ, കടമ്പഴിപ്പുറം ആശുപത്രി ജംഗ്ഷൻ, ഉമ്മനഴി, പൊമ്പ്ര, തച്ചങ്ങോട്, കോട്ടപ്പുറം എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ചത്തല്ലൂരിൽ സമാപിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ ഐക്യത്തോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചത്. ഇടതുപക്ഷത്തിൽ വലിയ ജനപിന്തുണയുള്ള പാർട്ടികളുണ്ട്, താരതമ്യേന ജനപിന്തുണ കുറഞ്ഞ പാർട്ടികളുമുണ്ട്. എല്ലാ പാർട്ടികളിലും പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും നേതാക്കളും ഒരു മനസ്സായി നമ്മുടെ മണ്ഡലത്തിൽ പ്രവർത്തിച്ചു. പണക്കൊഴുപ്പിനെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാമചന്ദ്രൻ മാഷ് പറഞ്ഞതുപോലെ നമ്മൾ കാണുകയുണ്ടായി. നമ്മളൊക്കെ പോസ്റ്റർ കിട്ടിയാൽ അത് തികയാതെ വരുന്ന സ്ഥിതിയല്ല. ഇത് 100 പോസ്റ്റർ വേണ്ടെടുത്തൊരു ബൂത്തിൽ 500 പോസ്റ്റർ കൊടുത്തു കൊടുക്കാൻ. പോസ്റ്റർ വെക്കാൻ സ്ഥലമില്ലാത്ത നിലയിൽ UDFകാർ ബുദ്ധിമുട്ടുകൾ. ബോർഡുകൾ നമ്മൾ വെക്കാൻ ആഗ്രഹിച്ചാലും സമ്മതം കിട്ടിയാലും വെക്കാൻ ബോർഡിന് ഫ്ലെക്സ് കടയിൽ അതിന് ഫ്രെയിമിന് ഒക്കെ കാശ് കൊടുക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ അല്പം വിഷമിക്കുമ്പോൾ 100 കണക്കിന് ബോർഡുകൾ ബൂത്തുകളിൽ കൊടുന്ന് തള്ളുകയും ആ പ്രചരണങ്ങളെയെല്ലാം നമ്മുടെ നാട്ടിലെ അഭിമാനികളായ മനുഷ്യർ അവർ കൃത്യമായി തിരിച്ചറിഞ്ഞു. ഞങ്ങൾ നിൽക്കേണ്ട പക്ഷം ഇടതുപക്ഷമാണ് എന്നും ഹൃദയപക്ഷമാണ് എന്നും നമ്മുടെ നാട്ടിലെ മനുഷ്യർ തിരിച്ചറിയുകയുണ്ടായി. ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൽ മാത്രം, ഒരു ചെറിയ പഞ്ചായത്താട്ടോ ശ്രീകൃഷ്ണപുരം, 3300-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ നാട്ടിലെ ജനങ്ങൾ സമ്മാനിച്ചു എന്നുള്ളതാണ്. ശ്രീകൃഷ്ണപുരം ലോക്കൽ പ്രദേശത്ത് നമ്മളും UDFും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 2000-ന് മുകളിലാണ്. 2000-ലേറെ വോട്ടിന്റെ വ്യത്യാസം ശ്രീകൃഷ്ണപുരം ലോക്കൽ പ്രദേശത്ത് മാത്രം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായി. മണ്ഡലം പിടിക്കാൻ വന്നവർ ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിൽ 3ാം സ്ഥാനത്തേക്ക് പോയി. ആലോചിച്ചു നോക്കൂ. കടമ്പഴിപ്പുറം ലോക്കൽ പ്രദേശത്ത് UDF 3ാം സ്ഥാനത്തേക്ക് പോയി. അമ്പലപ്പാറ ലോക്കൽ പ്രദേശത്ത് UDF 3ാം സ്ഥാനത്തേക്ക് പോയി. ലക്കിടി ലോക്കൽ പ്രദേശത്ത് UDF 3ാം സ്ഥാനത്തേക്ക് പോയി. ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽ UDF 3ാം സ്ഥാനത്തേക്ക് പോയി. അവസാന 2 റൗണ്ട് വോട്ടെണ്ണുന്നത് വരെ 2ാം സ്ഥാനം BJPക്ക്
ലഭിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ ഒറ്റപ്പാലം മണ്ഡലത്തിൽ ഉണ്ടായത്. ഞങ്ങൾ BJPയുടെ വളർച്ചയിൽ സന്തോഷിക്കുന്നവരല്ല. പക്ഷെ ഈ നാട്ടിലെ UDF തിരിച്ചറിയണം, കോൺഗ്രസ് മനസ്സിലാക്കണം എന്താണ് യഥാർത്ഥ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയമെന്ന്. നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് തിരിച്ചറിയാതെ പോയി എന്നുകൂടി ഈ സന്ദർഭത്തിൽ പറഞ്ഞു വയ്ക്കുകയാണ്. പര്യടന പരിപാടിയിൽ LDF മണ്ഡലം ചെയർമാൻ S കൃഷ്ണദാസ്, കൺവീനർ T സുനിൽ, മണ്ഡലം നേതാക്കളായ K സുരേഷ്, P അരവിന്ദാക്ഷൻ, K രാമചന്ദ്രൻ, M മോഹനൻ, K അശോക് കുമാർ, രൺദീഷ്, K വേണുഗോപാലൻ, KT രാമചന്ദ്രൻ, P മൊയ്തീൻകുട്ടി, TK പ്രകാശൻ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. കോട്ടപ്പാടം ഭീമനാട് വെള്ളിയിലക്കുന്ന് ക്ഷേത്രത്തിനു സമീപത്തെ ഒഴിഞ്ഞ പറമ്പിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് പോലീസ്. കേസിൽ കൊല്ലപ്പെട്ട ഭീമനാട് സ്വദേശി പടിഞ്ഞാറേക്കര ശിവശങ്കരന്റെ സുഹൃത്തുക്കളായ 2 പേരെ നാട്ടുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭീമനാട് പൂളമണ്ണ അബ്ദുൾ ജലീൽ, മേലാറ്റൂർ ചാലിൽ മുഹമ്മദ് ജൗഹർ എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ മാസം 16-നാണ് ശിവശങ്കരന്റെ മൃതദേഹം ക്ഷേത്രമതിലിന് താഴെ മുറിവുകളോടെ കണ്ടെത്തിയത്. ആദ്യഘട്ടത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സൂചനകളെ തുടർന്ന് അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നു. ശാസ്ത്രീയ പരിശോധനകളും സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടത്തിയ നീക്കങ്ങളുമാണ് പ്രതികളിലേക്ക് പോലീസിനെ എത്തിച്ചത്. കഴിഞ്ഞ മാസം 15-ാം തീയതി പ്രതികളും ശിവശങ്കരനും ചേർന്ന് മദ്യപിച്ചിരുന്നു. ഇതിനിടെയുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പ്രതികൾ ശിവശങ്കരനെ ക്രൂരമായി മർദ്ദിച്ച ശേഷം ബോധരഹിതനായ അദ്ദേഹത്തെ മതിലിന് മുകളിൽ കയറ്റിയിരുത്തി ഒഴിഞ്ഞ പറമ്പിലേക്ക് തള്ളിയിടുകയായിരുന്നു. തലക്കേറ്റ മാരകമായ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കൊലപാതകത്തിനു ശേഷം മൃതദേഹം ആരും ശ്രദ്ധിക്കാതിരിക്കാൻ ഉടുമുണ്ടുപയോഗിച്ച് പുതപ്പിച്ച നിലയിലാക്കിയാണ് പ്രതികൾ സ്ഥലം വിട്ടത്. പിടിയിലായവരിൽ മുഹമ്മദ് ജൗഹർ നേരത്തെ കാപ്പ നിയമപ്രകാരം നാടുകടത്തപ്പെട്ട കുറ്റവാളിയാണെന്ന് പോലീസ് അറിയിച്ചു. പ്രതികൾക്കെതിരെ നരഹത്യ ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. CCN ചത്തല്ലൂർ. പാലക്കാട്ടെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് CPM ചെർപ്പുളശ്ശേരി ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. P മമ്മിക്കുട്ടി MLA ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. പാലക്കാട്ടെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് CPM ശ്രീകൃഷ്ണപുരത്ത് ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. K പ്രേംകുമാർ MLA ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു. സതീശന്റെ വാക്കും കേട്ട് CCTV ദൃശ്യങ്ങളെല്ലാം ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ പതാക അതുകൊണ്ട് പാതി മുഖം മറച്ച പ്രവർത്തകൻ ഒരു പ്രകോപനവുമില്ലാതെ UDFന്റെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടുള്ള വാഹനം പോകുന്നതിൻ്റെ 2-3 മീറ്റർ മാറി അവിടെ നടന്നു പോകുന്ന ആ ചെറുപ്പക്കാരൻ അക്രമി പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കല്ലെറിയുകയാണ്, വലിയ കല്ലെടുത്തെറിയുകയാണ്. അവിടേക്ക് മറ്റ് ആയുധങ്ങൾ എറിയുകയാണ്. പാർട്ടി ഓഫീസിലെ ചില്ലുകൊണ്ടുണ്ടാക്കിയ ചില ഭാഗങ്ങൾ അത് തകർന്നു പോവുകയാണ്. പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണമുണ്ടായാൽ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലുള്ളവർക്ക് വെറുതെ ഇരിക്കാനാകില്ല. അവർ പുറത്തിറങ്ങി പോലീസിനോട് പറയുമ്പോൾ അത് കേൾക്കാനല്ല, തിരിച്ച് ആ അക്രമത്തെ പ്രതിരോധിക്കാൻ നിന്ന ചെറുപ്പക്കാരനെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറി കൂട്ടത്തോടെ അക്രമം കാണിക്കാനാണ് അക്രമം നിയന്ത്രിക്കേണ്ട പോലീസ്
അവിടെ സജ്ജമായത് എന്ന് നാം തിരിച്ചറിയുകയാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, UDFന്റെ പാലക്കാട്ടെ നിയുക്ത MLA പോലീസ് സംഘടനയിലെ പോലീസ് അസോസിയേഷനിലെ ചില ആളുകളുമായി ചേർന്ന് നിന്നുകൊണ്ട് ആസൂത്രിതമായി നടത്തിയ ശ്രമമാണോ? CCN കടമ്പഴിപ്പുറം. ചെത്തല്ലൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഉത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ കൊടിയേറി. താന്ത്രിക ചടങ്ങുകൾക്ക് മൂർത്തിയെടുത്ത കൃഷ്ണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. കൊടിയേറ്റത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവാതിരക്കളി, മോഹിനിയാട്ടം, ഭരതനാട്യം, ക്ലാസിക്കൽ ഡാൻസ് തുടങ്ങിയ വൈവിധ്യമാർന്ന കലാപരിപാടികൾ ക്ഷേത്രമുറ്റത്ത് അരങ്ങേറി. തീയതി രാവിലെ 10-ന് ഓട്ടൻതുള്ളലും വൈകിട്ട് കലാപരിപാടികളും നടക്കും. രാത്രി 9-ന് വരാഹമിഹിരൻ കഥകളിയുമുണ്ട്. 7-ാം തീയതി രാവിലെ ഓട്ടൻതുള്ളലും വൈകിട്ട് 7:30-ക്ക് തായമ്പകയും നടക്കും. 8-ാം തീയതി രാവിലെ 10-ന് ഓട്ടൻതുള്ളലും വൈകിട്ട് 7:30-ക്ക് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പള്ളിവേട്ട എഴുന്നള്ളിപ്പും അരങ്ങേറും. 9-ാം തീയതി രാവിലെ 8-ന് ആറാട്ടോടുകൂടി ആഘോഷങ്ങൾ സമാപനത്തിലേക്ക് കടക്കും. തുടർന്ന് 10 മണിക്ക് കൊടിയിറക്കവും ഉച്ചയ്ക്ക് 12-ന് വിപുലമായ പ്രസാദഊട്ടും നടക്കും. ഉത്സവത്തിനെത്തുന്ന ഭക്തർക്കായി ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണ സൗകര്യം ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. CCN ചെത്തല്ലൂർ. ജനാധിപത്യ ബോധമുള്ള വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കാമ്പുറം ബുസ്താനുൽ ഉലൂം മദ്രസയിൽ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചു. യഥാർത്ഥ പൊതു തിരഞ്ഞെടുപ്പിനെ അനുസ്മരിപ്പിക്കുന്ന വിധം കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് വോട്ടെടുപ്പ് നടന്നത്. യഥാർത്ഥ പൊതു തെരഞ്ഞെടുപ്പിനെ അനുസ്മരിപ്പിക്കുന്ന വിധം കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് വോട്ടെടുപ്പ് നടന്നത്. സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനും പിൻവലിക്കാനും കൃത്യമായ അവസരം നൽകി. തുടർന്നു നടന്ന ആവേശകരമായ പ്രചരണ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികൾ സജീവമായി പങ്കെടുത്തു. ക്ലാസ് റൂമുകളിൽ സജ്ജീകരിച്ച 2 ബൂത്തുകളിലായി 300ഓളം വിദ്യാർത്ഥികളാണ് തങ്ങളുടെ വോട്ടവകാശം വിനിയോഗിച്ചത്. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങളെ കുട്ടികൾക്ക് വിജ്ഞാനപ്രദവും ഭാവിയിൽ എങ്ങനെ ഒരു വോട്ട് ചെയ്യാമെന്നുള്ളതിൽ ഞങ്ങൾക്ക് കുറേ അറിവുകളും ഇതിൽ നിന്ന് ലഭിച്ചു. ഞങ്ങൾക്ക് ഇത് വളരെ പ്രചോദനമായി മാറിയിട്ടുണ്ട്. ഞങ്ങളെ മദ്രസയിൽ ഇങ്ങനൊരു സമുദായം ഉണ്ടായതിന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങൾക്ക് എങ്ങനെയാണ് ഭാവിയിൽ ഞങ്ങൾക്ക് വോട്ട് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി. പിന്നെ ഈ വോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതിലൊക്കെ നമ്മളെ എങ്ങനെയാണ് ആൾക്കാരെ തെരഞ്ഞെടുക്കണമെന്നും അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. വോട്ടർമാരുടെ പേര് വിളിച്ച് പരിശോധിച്ച ശേഷം വിരലിൽ മഷി രേഖപ്പെടുത്തിയാണ് വോട്ട് ചെയ്യാൻ അനുവദിച്ചത്. തിരഞ്ഞെടുപ്പ് വിദ്യാർത്ഥികൾക്ക് പുതിയ വിജ്ഞാനത്തിന്റെ പാത തുറന്നു നൽകിയെന്നും മദ്രസയിൽ വാശിയേറിയ മത്സരമാണ് നടന്നതെന്നും പ്രധാന അധ്യാപകൻ ഹുസൈൻ വാഫി പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ മഹാരാജ്യത്ത് വളരുന്ന നമ്മുടെ മക്കള് ഒരു ജനാധിപത്യ ബോധം അവരുടെ മനസ്സിലുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ വർഷത്തെ മദ്രസ ലീഡർ ഇലക്ഷനെ തികച്ചും ഒരു ജനാധിപത്യ രീതിയിൽ തന്നെ നടത്താൻ വേണ്ടി നമ്മൾ തീരുമാനിക്കുകയും 2 ആഴ്ചത്തോളമായി സ്ഥാനാർത്ഥികളുടെ നിർണയവും അവർക്കുള്ള ചിഹ്നവും അതുപോലെ നോമിനേഷൻ സമർപ്പണവും തുടങ്ങി തികച്ചും ഒരു നിയമസഭ അല്ലെങ്കിൽ ഒരു പാർലമെൻറ്റ് ഇലക്ഷൻ ഏത് രീതിയിലാണോ നടക്കുന്നത് ആ രീതിയിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ ഒരു മിനിയേച്ചറായി നമ്മളിവിടെ എല്ലാ സൗകര്യങ്ങളോടെ ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 ബൂത്തുകളിലായി ഏകദേശം 300ഓളം വോട്ടർമാർ അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മദ്രസ ലീഡർ സ്ഥാനത്തേക്ക് സൻഹ, റുബീന, മുഹമ്മദ് ആഷിഫ്, മുഹമ്മദ് അർഷിദ് എന്നീ 4 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. പേന, ബുക്ക്, വാച്ച്, മൊബൈൽ എന്നീ ചിഹ്നങ്ങളിലായിരുന്നു വിദ്യാർത്ഥികൾ വോട്ട് തേടിയത്. മദ്രസ വിദ്യാർത്ഥികൾക്ക് ജനാധിപത്യം
അറിയാൻ വേണ്ടിയിട്ട് മദ്രസയിലെ ലീഡർ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. 300 പരം കുട്ടികളുള്ള ഈ മദ്രസയിൽ മത്സരം അതികഠിനമായി നടക്കുന്നുണ്ട്. അതിനു വേണ്ടുന്ന രക്ഷിതാക്കന്മാർ, വിദ്യാർത്ഥികൾ, അധ്യാപകർ പരമാവധി ശ്രമിച്ചുകൊണ്ട് അവരുടെ പോളിംഗ് പരമാവധി വിജയിപ്പിക്കാൻ വേണ്ടി നല്ല മത്സരത്തോടെ അവർ പെരുമാറുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് നടപടികൾക്ക് ഉസ്താദുമാരായ യൂസുഫ് ഫൈസി, ഹസൻകുട്ടി ദാരിമി, മൊയ്തീൻ മുസ്ലിയാർ, ഹമീദുൽ ആഷിഖ് കമാലി, സയ്യിദ് ഹിഷാം വാഫി എന്നിവർ നേതൃത്വം നൽകി. മദ്രസ കമ്മിറ്റി പ്രസിഡന്റ് ഉമർ മുസ്ലിയാർ, സെക്രട്ടറി ഹുസൈൻ ഹാജി എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. CCN ചത്തല്ലൂർ. നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ MLA സ്ഥാനം രാജിവെക്കണമെന്ന് RMP നേതാവ് KK രമ. ചരിത്രപരമായ വോട്ട് ചോർച്ചയാണ് ഇടതുപക്ഷത്തിനുണ്ടായതെന്നും മുഖ്യമന്ത്രിക്ക് ഇനി പ്രതിപക്ഷ നേതാവാവുക എന്നതല്ലാതെ മറ്റൊരു വഴികളില്ലെന്നും അവർ പറഞ്ഞു. പാണക്കാടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി വടകര MLA KK രമ കൂടിക്കാഴ്ച നടത്തി. കുലം കുത്തികൾ എന്ന് വിളിച്ച് ആക്ഷേപിച്ചവർക്ക് മുന്നിൽ ഇരട്ടച്ചങ്കൻ വിയർക്കുന്ന കാഴ്ചയാണ് തിരഞ്ഞെടുപ്പിൽ കണ്ടതെന്ന് രമ പരിഹസിച്ചു. മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് പോലും 6ാം റൗണ്ടിൽ അദ്ദേഹം പിന്നിൽ പോയത് പരാജയത്തിന് തുല്യമാണ്. പരാജയഭീതിയിൽ പിണറായി വിയർക്കുന്നത് കേരളം കണ്ടു. ഈ സാഹചര്യത്തിൽ അധികാരത്തിൽ കടിച്ചു തൂങ്ങാതെ രാജിവെച്ചൊഴിയുന്നതാണ് ഉചിതമെന്നും അവർ കൂട്ടിച്ചേർത്തു. പാർട്ടി നിലയ്ക്ക് ആലോചിച്ചിട്ട് മറ്റു കാര്യങ്ങൾ നമുക്കൊന്നും ആലോചിച്ചിട്ടില്ല. അരിവാളും മുട്ടിയും അല്ലാതെ മറ്റൊരു ചിഹ്നത്തിന് വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത പാർട്ടിക്കാർ, കമ്മ്യൂണിസ്റ്റുകാർ അതാണ്. അങ്ങനത്തെ ആളുകൾ കൈപ്പത്തിക്കും കോണിക്കും വോട്ട് ചെയ്യാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ അത്രയേറെ പാർട്ടി വിരുദ്ധത, ഈ ഭരണവിരുദ്ധത, ഈ നേതാക്കന്മാർക്കെതിരായിട്ടുള്ള വികാരം വളരെ കൃത്യമായി അണികളിലുണ്ട്. അതുകൊണ്ടാണ് ഈ തരത്തിലേക്ക് വോട്ടിംഗ് വന്നത്. സത്യത്തിൽ പിണറായി വിജയൻ ചെയ്യേണ്ടത് ഇതിന്റെ ഈ പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുകയാണ് വേണ്ടത്. CCN മലപ്പുറം. UDFന്റെ ഉജ്ജ്വല വിജയം കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കഴിഞ്ഞ 10 വർഷം ജനങ്ങളെ പീഡിപ്പിച്ച ഭരണത്തിന് പലിശ സഹിതമാണ് വോട്ടർമാർ മറുപടി നൽകിയിരിക്കുന്നതെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ പാണക്കാട് പറഞ്ഞു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടു കാലത്തെ ഭരണകൂട പീഡനങ്ങൾക്കെതിരെയുള്ള ജനങ്ങളുടെ രോഷമാണ് തിരഞ്ഞെടുപ്പ് ഫലം. അതിന്റെ പലിശ സഹിതം ജനങ്ങൾ തിരിച്ചു നൽകിയെന്നും പാണക്കാട് സാദിഖ് അലി തങ്ങൾ പ്രതികരിച്ചു. അതായത് കഴിഞ്ഞ 10 വർഷക്കാലം കേരളീയ സമൂഹം അനുഭവിച്ചിട്ടുള്ള ഒരുപാട് യാതനകൾ, വേദനകളുണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു മോചനം, അപ്പോൾ ആ മോചനം ആണിപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ കേരളീയ സമൂഹം നേടിയെടുത്തിട്ടുള്ളത്. അതായത് കഴിഞ്ഞ 10 വർഷം ഇവർ ജനങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിന് പലിശ അടക്കമുള്ള മറുപടിയാണ് ഇപ്പോൾ ജനം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ UDFന്റെ നേതൃത്വത്തിൽ ഇനി നല്ലൊരു ഭരണം കേരളത്തിൽ കാഴ്ചവെക്കും. UDFന് അതിന് പ്രാപ്തരായിട്ടുള്ള നേതാക്കളൊക്കെ തന്നെ ഉണ്ട്. UDFന്റെ ടീം വർക്കിൻ്റെ വിജയമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു വലിയ വിജയം ജനങ്ങൾ അത് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. UDFലെ രണ്ടാമത്തെ വലിയ കക്ഷി എന്ന നിലയിൽ ലീഗിന് അർഹമായ പ്രാതിനിധ്യം മന്ത്രിസഭയിലുണ്ടാകും. UDFന്റെ ടീം വർക്കിന്റെ വിജയമാണിത്. ജനങ്ങളെ പീഡിപ്പിച്ചവർക്ക് അവർ തന്നെ മറുപടി നൽകിയെന്ന് പറഞ്ഞ PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് റെക്കോർഡ് വിജയം ലഭിച്ചതിലെ സന്തോഷവും മറച്ചുവെച്ചില്ല. ചരിത്രത്തിന്റെ ഒരുപാട് മൈൽ സ്റ്റോൺ സൃഷ്ടിച്ച ഒരു നേതൃത്വമാണ് ഞങ്ങളുടെ നേതൃത്വം, പാണക്കാട് കുടുംബം. ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിലും കേരളത്തിൽ മതേതരത്വം നിലനിർത്തുന്ന കാര്യത്തിൽ ഞങ്ങൾ വഹിക്കുന്ന പങ്കിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇപ്പം ജസ്റ്റ് നൗ ശ്രീ ജോയി വന്നു പോയത് നിങ്ങൾ കണ്ടു. അങ്ങനെ പല നിയോജകമണ്ഡലവും എടുത്തു നോക്കിയാൽ കേരളത്തിൽ വർഗീയതക്കും വിഭാഗീയതക്കും ഒരു സ്ഥാനവും ഇല്ല എന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ജനങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല. ആരും അത് പറഞ്ഞിട്ട് കാര്യമില്ല. വർഗീയത അതാണ് മനസ്സിലാകുന്നത്. അതിൽ വലിയ പങ്ക് ഞങ്ങൾ വഹിക്കുന്നു. പാണക്കാട് കുടുംബം പരമ്പരാഗതമായി ആ മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പാർട്ടിയെ ശക്തിപ്പെടുത്തും. അതിന് കിട്ടിയ അംഗീകാരമാണ് ഇപ്പോൾ ഏറ്റവും നല്ല സ്ട്രൈക്ക് റേറ്റ്, അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭൂരിപക്ഷം, അതൊക്കെ അതിന്റെ അംഗീകാരമാണ്. പിണറായി വിജയനും നടേശന്മാരുമാണ് UDFന്റെ വലിയ വിജയത്തിന് പിന്നിലെന്നും അവർക്ക് നന്ദി പറയുന്നുവെന്നും PMA സലാം പ്രതികരിച്ചു.
അല്ല, ഉപമുഖ്യമന്ത്രിയുടെ കാര്യം എന്നുള്ള പോസ്റ്റ് ഞാൻ പങ്കുവച്ചില്ല. നമ്പർ 2 ആണ്. UDF അധികാരത്തിലെത്തുമ്പോൾ എല്ലാ കാലത്തും മുസ്ലിം ലീഗിൻ്റെ മന്ത്രി നമ്പർ 2 ആയിരിക്കും. അത് മാത്രമേ പറഞ്ഞുള്ളൂ. ഉപമുഖ്യമന്ത്രി ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിർബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു. അത് ഉറപ്പാണല്ലോ, പണ്ടും അങ്ങനെ തന്നെയാണല്ലോ. UDF അധികാരത്തിൽ വരുമ്പോഴൊക്കെ നമ്പർ 2 മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയായിരിക്കും. അതിനി മുകളിലേക്ക് കയറ്റണോ എന്നുള്ളത് നിങ്ങളെല്ലാം കൂടി തീരുമാനിച്ചു. വനിതാ മന്ത്രി ഇല്ലാതെ എങ്ങനെ മന്ത്രിസഭ ഉണ്ടാക്കുക UDF? അല്ല, UDFൽ ഏത് വനിത മന്ത്രിയായാലോ ലീഗിന്റെ കൂടി മന്ത്രിയാണ്. ലീഗിന് മാത്രമായി മുഖ്യമന്ത്രി ഇല്ല, ഉപമുഖ്യമന്ത്രി ഇല്ല, മന്ത്രിമാരും ഇല്ല, വനിതയില്ല, ദളിതും ഇല്ല, ഒന്നുമില്ല. ഇനി അല്ല UDF ആയിട്ട് മാത്രമേ ഞങ്ങൾ ചിന്തിക്കൂ. അല്ല, ഞങ്ങൾ UDF ആയിട്ട് ഇനി ചിന്തിക്കൂ, വിഭാഗീയമായി ചിന്തിക്കാൻ പാടില്ല. ഞങ്ങൾ നോക്കട്ടെ, 8ഓ 10ഓ കിട്ടുവാണെങ്കിൽ അതും ഞങ്ങൾ സ്വീകരിക്കും, കുഴപ്പമൊന്നുമില്ല. CCN മലപ്പുറം. ഒറ്റപ്പാലത്തെ ഇടതുപക്ഷത്തിന്റെ വിജയാഹ്ലാദം. PK ശശിയുടെ വീടിന് മുൻപിൽ സുരക്ഷ ഒരുക്കി പോലീസ്. PK ശശിക്കെതിരെ ആവേശ പ്രസംഗവുമായി കുലുക്കിലിയാട്ടെ CPM നേതാവ്. അങ്ങോട്ട് പോയി മുട്ട പിടിച്ചോ, നിന്റെ മുട്ട കഴിക്കട്ടെ. അങ്ങോട്ട് പോയത് ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പിന്റെ ഫലം കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരായി വലതുപക്ഷത്തിന് വർഗീയതയും മൗലികവാദികളും വലതുപക്ഷവും എല്ലാം ചേർന്ന് ഇടതുപക്ഷത്തിനെതിരായ ഒരു കാറ്റുണ്ടായപ്പോഴും ഈ ഒറ്റപ്പാലത്തിന്റെ മണ്ണ് ചോരച്ചുവപ്പിന്റെ ഉയർത്തിപ്പിടിച്ചത് എന്നതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുകയാണ്. പ്രിയപ്പെട്ടവരെ, കരിമ്പുഴയിലും തച്ചനാട്ടുകരയിലും ശ്രീകൃഷ്ണപുരത്തും എല്ലാമുള്ള കോൺഗ്രസുകാരും ലീഗുകാരും ഇപ്പോൾ ആലോചിക്കുന്നത് ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 102 മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തി വിജയിപ്പിച്ചപ്പോഴും ഈ ഒറ്റപ്പാലത്തിന്റെ മണ്ണിൽ നിലം തൊടാതിരിക്കാനുള്ള കാരണം ഈ ജാതി ചരക്കുകളെയാണ് നിങ്ങൾ പൊക്കിപ്പിടിച്ചത് എന്നതുകൊണ്ടാണ് എന്നീ നാടിപ്പോ തിരിച്ചറിയുകയാണ്. ഒരു കാര്യം ഞങ്ങൾ പറയാം, ഇതിനേക്കാൾ കൊമ്പും തുമ്പിയുടെ കാലത്ത് ഞങ്ങൾ പേടിച്ചിട്ടില്ല. പിന്നെ ഇപ്പൊ ഞങ്ങൾ പേടിക്കുന്നത് ഇത് ഇടതുപക്ഷമാണ്, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. നിങ്ങൾ പഠിച്ചോർത്തുന്നല്ല ഞങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഇന്ന് വോട്ടെണ്ണി കഴിഞ്ഞ് മാധ്യമങ്ങളോട് ഇയാൾ പറയാണ് കഴിഞ്ഞ 10 കൊല്ലം ഈ കേരളത്തിൽ ഇടതുപക്ഷം നടത്തിയ മാടമ്പിത്തരാണെന്ന്. പ്രിയപ്പെട്ടവരെ, അതിൽ 5 കൊല്ലം MLA കാരിൽ ഈ ഇടതുപക്ഷത്തിന്റെ പിന്തുണയിൽ നടന്നവനാണ് ഈ എരപ്പനെന്ന് ഈ നാട്ടിലാളുകൾക്ക് അറിയില്ലെന്ന് നിങ്ങൾ കരുതിയ എന്താണ് നിങ്ങൾ കരുതിയത്? സ്ഥാനാർത്ഥിയാവാൻ തീരുമാനിക്കുന്നതിന്റെ മണിക്കൂർ മുമ്പ് വരെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിന്റെ ചെല്ലും ചെലവിലും തിന്നുകൊഴുത്ത് നാടാകെ ആർമാദിച്ച് ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളെ ഈ അഭിമാന കൊടി കീറാൻ വന്നാൽ ഈ കേരളം, ഈ ഒറ്റപ്പാലം, ഈ കുലുക്കിരിയാട് പ്രതിരോധത്തിന്റെ കോട്ടകെട്ടി ഈ പ്രസ്ഥാനത്തെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. പ്രിയമുള്ളവരെ, ഞാൻ ചുരുക്കുന്നു. ഇവിടെ ഒത്തുചേർന്ന ഈ വിജയാഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്ത കരിമ്പുഴയിൽ നിന്ന് കുലുക്കിരിയാട് ചന്തപ്പടി വരെ കാൽനടയായി ഇതിനോടൊപ്പം സഞ്ചരിച്ച ആഭാലവൃത്തൻ ജനതയുണ്ട്. അവരോടെല്ലാവരോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. മറ്റൊരു കാര്യം, കുന്നത്തുപിടിയില് 3-4 ആൾക്കാരെ ട്രൗസർ കീറാൻ ഇവിടെ ഒരു ചെങ്ങായി നിന്നിരുന്നു. ഇപ്പൊ കാണാനില്ല. പ്രിയപ്പെട്ടവരെ, ഞങ്ങളൊക്കെ നല്ല ട്രൗസർ ഇട്ടിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. CCN മണ്ണാർക്കാട്. ആദ്യമായി തവനൂരിൽ UDF പതാക പാറിച്ച VS ജോയിക്ക് മലപ്പുറം DCC ഓഫീസിൽ ആവേശോജ്വല സ്വീകരണം.
പാണക്കാടെത്തി സാദിഖലിത്തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയെയും ജോയി സന്ദർശിച്ചു. മലപ്പുറത്തെയും തവനൂരിലെയും മതേതര മനസാക്ഷിയുടെ വിജയമാണിതെന്ന് VS ജോയ് പ്രതികരിച്ചു. LDFന്റെ ഉരുക്കുകോട്ടയെന്ന് വിശേഷിക്കപ്പെട്ട തവനൂരിൽ KT ജലീലിനെ അട്ടിമറിച്ചാണ് ജോയി നിയമസഭയിലേക്ക് വണ്ടി കയറുന്നത്. വർഗീയതയ്ക്കും കുപ്രചാരണങ്ങൾക്കും തവനൂരിന്റെ മണ്ണിൽ സ്ഥാനമില്ലെന്ന് ജനങ്ങൾ തെളിയിച്ചു. മലപ്പുറം ജില്ലയിലെ 16 സീറ്റുകളും UDF തൂത്തുവാരിയത് ചരിത്രപരമായ മുന്നേറ്റമാണ്. വിജയത്തിനു പിന്നാലെ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളെ സന്ദർശിച്ച് ജോയി നന്ദി അറിയിച്ചു. UDFന്റെ താഴെത്തട്ടിലുള്ള കെട്ടുറപ്പും ലീഗ് പ്രവർത്തകരുടെ നിസ്തുലമായ പിന്തുണയുമാണ് വിജയത്തിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. തവനൂരിൽ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ച VS ജോയി മണ്ഡലത്തിന്റെ വികസനത്തിനാകും തന്റെ പ്രഥമ പരിഗണനയെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടോപ്പാടം ഭീമനാട് വെള്ളിയിലക്കുന്ന് ക്ഷേത്രത്തിനു സമീപത്തെ ഒഴിഞ്ഞ പറമ്പിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് പോലീസ്. കേസിൽ കൊല്ലപ്പെട്ട ഭീമനാട് സ്വദേശി പടിഞ്ഞാറേക്കര ശിവശങ്കരന്റെ സുഹൃത്തുക്കളായ 2 പേരെ നാട്ടുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഒറ്റപ്പാലത്ത് ഇടതുപക്ഷത്തിന്റെ വിജയാഹ്ലാദം. PK ശശിയുടെ വീടിന് മുൻപിൽ സുരക്ഷയൊരുക്കി പോലീസ്. PK ശശിക്കെതിരെ ആവേശ പ്രസംഗവുമായി കുലുക്കിലിയാട്ടെ CPM നേതാവ്. നിയമസഭാ തിരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ MLA സ്ഥാനം രാജിവെക്കണമെന്ന് RMP നേതാവ് KK രമ. ചരിത്രപരമായ വോട്ട് ചോർച്ചയാണ് ഇടതുപക്ഷത്തിനുണ്ടായതെന്നും മുഖ്യമന്ത്രിക്ക് ഇനി പ്രതിപക്ഷ നേതാവാവുക എന്നതല്ലാതെ മറ്റു വഴികളില്ലെന്നും അവർ പറഞ്ഞു. UDFന്റെ ഉജ്ജ്വല വിജയം കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ. കഴിഞ്ഞ 10 വർഷം ജനങ്ങളെ പീഡിപ്പിച്ച ഭരണത്തിന് പലിശ സഹിതമാണ് വോട്ടർമാർ മറുപടി നൽകിയിരിക്കുന്നതെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ പാണക്കാട് പറഞ്ഞു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.